നീ കടന്നുപോയ പരിശോധനകൾ ദൈവത്തിൻ്റെ ശാപമായിരുന്നില്ല, ദൈവത്തിൻ്റെ റിവഞ്ചായിരുന്നില്ല. ദിസ് ഈസ് ദ ആർട്ട് ഓഫ് ദി അബദ്ധക്കാരി. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ കഷ്ടതകൾ ദ ആർട്ട് ഓഫ് ഹെവൻ, എൻ്റെ പ്രതിസന്ധികൾ ദ ആർട്ട് ഓഫ് ഗോഡ്? അകത്ത് കലത്തിലിരിക്കുന്നവനറിയാം വേവിൻ്റെ ഗുണം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ അടച്ചിട്ട് നിന്നെ വേവിച്ച ഒരു സീസൺ കഴിഞ്ഞു പോകുമ്പോൾ 2025 അവസാന മാസത്തിൽ കാലെടുത്ത് വെക്കുന്ന ദൈവ പൈതലെ ഞാൻ നിന്നോട് പറയുകയാണ്, നിന്റെ പേര് മാറാൻ പോവുകയാണ്. You are going to be the oil of gladness. 45-ാം സങ്കീർത്തനം 7-ാം വാക്യം. ഇതിനോടകം അഭിഷക്തൻ ഒരു 5 പ്രാവശ്യത്തോളം ആ വാക്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സങ്കീർത്തനങ്ങൾ 45-ാം സങ്കീർത്തനം 7-ാം വാക്യം. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം, നിന്റെ ദൈവം തന്നെ നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ ആ വാക്യത്തെ വായിക്കുന്നു. ദൈവം, നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ദൂത് ഇതാകുന്നു, ആനന്ദ തൈലം. ആനന്ദ തൈലം കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യുന്നു. ഇവിടെ രാജാവ് പറയുകയാണ്, ഈ വാക്യത്തിൽ നമുക്ക് 3 സമൂഹത്തെ കാണുവാൻ കഴിയും. ഒന്ന്, കൂട്ടുകാർ എന്ന് വിളിക്കപ്പെടുന്നതായ ഒരു വലിയ സമൂഹം, അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു രാജാവ്, ആ രാജാവിനെ അഭിഷേകം ചെയ്യുന്ന ദൈവം. എന്നാൽ ഈ രാജാവ് പറയുകയാണ്, എന്നെ അഭിഷേകം ചെയ്തത് ആനന്ദ തൈലം കൊണ്ടാണ്. ആ തൈലത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ആ തൈലത്തിന് 2 പേർ നൽകുവാൻ കഴിയും, അഭിഷേക തൈലമെന്നും ആനന്ദ തൈലമെന്നും. ആനന്ദ തൈലം, എത്ര മനോഹരമായിരിക്കുന്ന പേർ, ആനന്ദ തൈലം. നമ്മൾ പറയും ആനന്ദ ജീവിതം, ആനന്ദകരമായിരിക്കുന്ന അനുഭവങ്ങൾ, ആനന്ദ തൈലം. ഇവിടെ പറയുകയാണ് ആനന്ദകരമായ തൈലം. എത്ര പ്രിവിലേജ്ഡ് ആയിരിക്കും ഈ ആനന്ദകരമായ തൈലം, എത്ര ശ്രേഷ്ഠമായിരിക്കും ഈ ആനന്ദകരമായ തൈലം. സന്തോഷമല്ലേ ജീവിതത്തിലെ ഏറ്റവും വലുത്? ആ സന്തോഷം, ആനന്ദം ജീവിതത്തിൻ്റെ പേര് തന്നെ ആയാൽ എത്ര മനോഹരമായിരിക്കും. എല്ലാവരും തിരുവെഴുത്തുകളെ തുറന്ന് 45-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആനന്ദ തൈലം കൊണ്ട് നീ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ ആനന്ദ തൈലത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, ഈ ആനന്ദ തൈലം, ഈ അഭിഷേകത്തിൻ്റെ തൈലം ദൈവം എല്ലാവരുടെ മേളിലും ഒഴിക്കുന്നതല്ല. പകരം ഈ 45-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് രാജാവിനോടുള്ള ഒരു ദൂതാണ്. അവിടെ രാജാവ് പറയുകയാണ്, എൻ്റെ മേൽ ഒരു തൈലം ഒഴിക്കപ്പെട്ടിരിക്കുന്നു, ആ തൈലത്തിൻ്റെ പേരാണ് ആനന്ദത്തിൻ്റെ തൈലം. അപ്പോൾ ഈ ആനന്ദത്തിൻ്റെ തൈലം രാജാവിൻ്റെ മേൽ വീഴുന്ന തൈലമാണ്. രണ്ടാമതായി, ഈ ആനന്ദ തൈലത്തെക്കുറിച്ച് എബ്രായ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഈ വാക്യത്തെ കോട്ട് ചെയ്തിട്ട് പറയുകയാണ്, അത് മിശിഹായുമായി ബന്ധപ്പെട്ട തൈലമാണ്. ഒന്ന്, ഈ തൈലം ഒരു രാജകീയ തൈലമാണ്. 2, ഇതൊരു മിശിഹായുമായി ബന്ധപ്പെട്ട, ഇതൊരു രക്ഷകനുമായി ബന്ധപ്പെട്ട തൈലമാണ്. വീണ്ടും യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവചനം 61-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ മുറിവേറ്റ മനുഷ്യന് അവൻ്റെ മുറിവിനെ മാറ്റുവാൻ, അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം അയക്കപ്പെടുന്ന, ദൈവത്താൽ പകരപ്പെടുന്ന ഒരു തൈലത്തിൻ്റെ പേരാണ് ആനന്ദ തൈലം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മുറിവുകളെ ഹീൽ ചെയ്യുന്ന, ഞാനതിനെ ഇങ്ങനെ പറയും, ഹീലിംഗ് ഓയിൽ എന്ന് ഞാൻ പറയും. സ്തോത്ര. ഹൃദയത്തിൻ്റെ മുറിവുകളെ, മനസ്സിൻ്റെ വേദനകളെ മാറ്റുന്ന ഒരു ഹീലിംഗ് ഓയിൽ. വീണ്ടും പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ, 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ആമേൻ, ധൂപപീഠവും ഹോമയാഗപീഠവും ദൈവാലയത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും ഈ
തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണം. അപ്പോൾ ഇത് ദൈവാലയത്തിൻ്റെ ഉപകരണങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം. എന്നിട്ട് അതിൻ്റെ അടുത്ത 29 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അവ അതിവിശുദ്ധമായിരിക്കേണ്ടതിന് അവയെ ശുദ്ധീകരിക്കണം. അപ്പോൾ ഈ ആനന്ദ തൈലം ഒന്ന് ഒരു രാജകീയ തൈലമാണ്, രണ്ട് അത് മിശിഹയുമായി പകരപ്പെടുന്ന തൈലമാണ്, മൂന്ന് അത് മനുഷ്യൻ്റെ മുറിവുകളെ ഉണക്കുന്ന തൈലമാണ്, നാല് അത് ശുദ്ധീകരിക്കുന്ന തൈലമാണ്. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ 30-ാം അധ്യായം 30-ാം വാക്യത്തിൽ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അപ്പോൾ ഇത് വേർതിരിക്കുന്ന തൈലമാണ്, ഇത് ഒരു അപ്പോയിൻമെന്റ് നൽകുന്ന തൈലമാണ്. ഈ ആനന്ദ തൈലത്തിൻ്റെ മഹത്വം കണ്ടോ? ഇത് സന്തോഷത്തിൻ്റെ തൈലമാണ്. ഇതിൻ്റെ പേര് തന്നെ സന്തോഷമെന്നാണ്. ഇത് രാജാക്കന്മാരെ ജനിപ്പിക്കുന്ന, രാജാക്കന്മാരെ മേൽ തളിക്കുന്ന തൈലമാണ്. രണ്ട്, ഇത് മിശിഹായുടെ കരങ്ങളിൽ ഇരിക്കുന്ന തൈലമാണ്. മൂന്ന്, ഇത് മുറിവേറ്റവൻ്റെ മനസ്സിനെയും ജീവിതത്തെയും തകർന്ന ജീവിതത്തെ, തകർന്ന കുടുംബങ്ങളെ കെട്ടിപ്പടുക്കാൻ തക്കവണ്ണം ഉപയോഗിക്കുന്ന തൈലമാണ്. നാല്, അശുദ്ധമായതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയുന്ന തൈലമാണ്. അഞ്ച്, ചിലരുടെ മേൽ മറഞ്ഞു കിടക്കുന്ന ദൈവിക നിയോഗങ്ങളെ പുറത്തെടുത്ത് അവരെ ദൈവിക ശുശ്രൂഷയിലേക്ക്, അവരുടെ മേൽ മറഞ്ഞു കിടക്കുന്ന ദൈവിക പദ്ധതി അവരെ കണക്ട് ചെയ്യുവാൻ കഴിയുന്ന തൈലമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, ഈ തൈലം ഒരു മനുഷ്യന്റെ മേൽ കിടക്കുന്ന നിയോഗം തന്നെയാണ്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന എല്ലാവരെയും അല്ല, പക്ഷെ ചിലരെ നോക്കി ഞാൻ പറയുന്നു, ഇതിനകത്ത് ചില ആനന്ദ തൈലം ഇരിപ്പുണ്ട്, ഇതിനകത്ത് ചില ആനന്ദ തൈലം ഇരിപ്പുണ്ട്, ഇതിനകത്ത് ചില ആനന്ദ തൈലം ഇരിപ്പുണ്ട്. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന, ദേശത്തിന്റെ അധികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, രാജ്യത്തിന്റെ അധികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, ലോകത്തിന്റെ ഭരണ സംവിധാനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, ടെറിട്ടോറിയൽ പവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന, വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും കർത്തൃത്വങ്ങളുടെ മേലും സിംഹാസനങ്ങളുടെ മേലും അധികാരം ഉപയോഗിക്കുന്ന ഒരു തൈലമായി എനിക്ക് മാറ്റപ്പെടണം. ഒരു ആനന്ദ തൈലമായി വിഷണ്ണ മനസ്സിനെ മാറ്റിയെടുത്ത് തകർന്ന ജീവിതങ്ങളെ, മുറിവേറ്റ ഹൃദയങ്ങളെ പണിതെടുക്കുന്ന ഒരു ആനന്ദ തൈലമായി എനിക്ക് മാറ്റപ്പെടണം. മിശിഹായുടെ പ്രവൃത്തിയിൽ പങ്കുകാരനായിരിക്കുന്ന ഒരു തൈലമായി എനിക്ക് മാറ്റപ്പെടണം. അശുദ്ധമായതിനെ ശുദ്ധിയുള്ളതാക്കി തീർക്കുന്ന ഒരു ശുദ്ധീകരണ തൈലമായി എനിക്ക് മാറ്റപ്പെടണം. ചിലരുടെ മേൽ മറഞ്ഞു കിടക്കുന്ന നിയോഗങ്ങളെ, ദൈവിക പദ്ധതികളെ പുറത്തെടുത്ത് അവനെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ, ചിലരെ ശുശ്രൂഷയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാൻ എൻ്റെ മേൽ ഒരു ആനന്ദ തൈലത്തിന്റെ അഭിഷേകം. I shall be the oil of gladness. I shall be the oil which separates someone for the glorious ministry of God. പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇതിനകത്ത് ചിലരെ പരിശുദ്ധാത്മാവ് ഒരു ആനന്ദ തൈലമായി കണ്ടിരിക്കുന്നു. ആനന്ദ തൈലം ഒരുത്തന്റെ മേൽ വീണാൽ അവൻ ശുദ്ധീകരിക്കപ്പെടും. നീ ഒരുത്തന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന്റെ പാപങ്ങൾ അഴിയപ്പെടും. നീ ഒരു കുടുംബത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ആ കുടുംബം ശുദ്ധീകരിക്കപ്പെടും. നീ ഒരു പാപിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പാപി മാനസാന്തരപ്പെടും. നീ ഒരുത്തന് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നീ ഒരു മുറിവേറ്റവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന്റെ മുറിവ് ഉണക്കപ്പെടും, അവന്റെ തകർച്ച മാറ്റപ്പെടും. നീ ഒരു ആനന്ദ തൈലമാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു? Let me be that oil of gladness for the glory of God, for the glory of God, for the glory of God. ഞാനൊരു ആനന്ദ തൈലമാണ്, ഞാനൊരു ആനന്ദ തൈലമാണ്. കൂട്ടുകാരിൽ പരമായി ചിലരുടെ മേൽ ഒഴിക്കപ്പെടുന്ന ആനന്ദ തൈലം. ഈ രാജാവിന്റെ മേൽ ആനന്ദ തൈലം ഒഴിക്കപ്പെടുന്നു, പക്ഷേ അദ്ദേഹത്തെ രാജാവാക്കേണ്ടതിനല്ല. പകരം അവിടെ പറയുകയാണ്, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിച്ചു, അതുകൊണ്ട് ദൈവം നിന്നെ എന്ത് ചെയ്തോ? ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തോ എന്ന് പറഞ്ഞാൽ, ചിലർ വേർപാടിനും വിശുദ്ധിക്കും വേണ്ടി നിന്ന് ലൗകികതയെ വെറുത്ത്, പാപത്തെ വെറുത്ത്, നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിച്ചോ, അതിനൊരു റിവാർഡുണ്ട്. ആ റിവാർഡായിട്ട് ചിലരെ ഓണർ ചെയ്യാൻ, ചില കഷ്ടതകൾക്കകത്ത് നീതിയോടും
പരമാർത്ഥതയോടും കൂടെ ജീവിച്ചിട്ട് അതിന്റെ ഫലം ലഭിക്കാതെ, അതിന്റെ റിസൾട്ട് ലഭിക്കാതെ അലഞ്ഞു തിരിഞ്ഞ ചിലരെ അതിന്റെ ഓണറിലേക്ക് കൊണ്ടുവരുവാൻ, അതിന്റെ ഗ്ലോറിയിലേക്ക് കൊണ്ടുവരുവാൻ നിന്നെ ദൈവം ഉപയോഗിക്കും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ഞാനൊരു ആനന്ദ തൈലമായിരിക്കും? ഈ രാജാവിനൊരു ഭാഗം പറയാനുണ്ട്. ഞാൻ നീതിയെ ഇഷ്ടപ്പെട്ടവനാ, ഞാൻ ദുഷ്ടതയെ ദ്വേഷിച്ചവനാ. പക്ഷേ എൻ്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും ഫലമായി എനിക്ക് ലഭിച്ചതൊക്കെ ഒത്തിരി മുറിവുകളായിരുന്നു. പക്ഷേ ഇവിടെ പറയുകയാണ്, നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിച്ച് വേദനയോടെ ജീവിതം കഴിച്ചവനെ, അവനെ മാനിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ഒരാനന്ദ തൈലത്തെ ദൈവം അവങ്കലേക്ക് പകർന്നു. ഈ ആനന്ദ തൈലം അവനെ തൊട്ടപ്പോൾ, ഈ ആനന്ദ തൈലം അവൻ്റെ മേൽ വീണപ്പോൾ അവൻ ഓണർ ചെയ്യപ്പെടാൻ തുടങ്ങി. ഇന്ന് പകൽക്കാല നീ ഒരു അനുഗ്രഹമാണ്. നീ ചിലരുമായി കണക്ട് ആകുമ്പോൾ അവന്റെ ബഹുമാനം വെളിപ്പെട്ട് വരും. You shall be connected with someone and they shall be honored through you. ചിലരുടെ മേൽ മറഞ്ഞു കിടക്കുന്ന മഹത്വം പുറത്തെടുക്കാൻ നീ മുഖാന്തരം ചിലർ മാനിക്കപ്പെടുവാൻ, നീ മുഖാന്തരം ചിലർ ഉയർത്തപ്പെടുവാൻ ഇന്ന് പകൽ സ്വർഗം നിന്നെ ഉപയോഗിക്കും. You shall be an oil of gladness and through you they shall be honored. അവന്റെ മേൽ കിടക്കുന്ന അനുഗ്രഹം നീ പുറത്തു കൊണ്ടുവരും. അവന്റെ മേൽ കിടക്കുന്ന മാന്യത നീ പുറത്തു കൊണ്ടുവരും. ഞാനൊരു ആനന്ദ തൈലമാണ്, ഞാനൊരു ആനന്ദ തൈലമാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർ ചോദിക്കും, എത്ര പേർ ഇതിനകത്ത് ആഗ്രഹമുണ്ട് എൻ്റെ പേരിനോട് ചേർത്ത് ഇങ്ങനെ പറയണം, ഓയിൽ ഓഫ് ഗ്ലാഡ്നസ്. ഐ ഷാൽ നോട്ട് ബി ഓയിൽ ഓഫ് സോറോ, ഐ ഷാൽ നോട്ട് ബി ഓയിൽ ഓഫ് അഫ്ലിക്ഷൻ, ബട്ട് ഐ ഷാൽ ബി an oil of gladness. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞോട്ട്, ബൈബിളുകളെ മടക്കി വെച്ച് കരമടിച്ച് ശക്തമായി സ്തോത്രം പറഞ്ഞോട്ട് തലയെ പിടിക്കുന്ന എല്ലാ നിദ്ര പിശാചുകളെയും പൊട്ടിച്ച് അധരം തുറന്ന് വിളിച്ചു പറ, I am the oil of gladness. ആമേൻ. എൻ്റെ പേരിനോട് ചേർത്ത് എഴുതോ, ഞാൻ ആനന്ദം 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 ആനന്ദം. You shall be oil of gladness. Your family shall be oil of gladness. Your generation shall be oil of gladness. This church shall be oil of gladness. You shall not be the oil of lamentation. പക്ഷേ ഒരാനന്ദ തൈലം ഒരു ദിവസം കൊണ്ട് ഉളവായി വരത്തില്ല. ഈ ആനന്ദ തൈലം ഒരു ദിവസം കൊണ്ട് ഉളവായി വരത്തില്ല. ആനന്ദ തൈലം ഉളവാകണം. എങ്ങനെയാണ് ഈ ആനന്ദത്തിൻ്റെ അഭിഷേക തൈലം ഉളവാകുന്നത്? പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 22 തുടങ്ങിയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും, അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും, 500 ശേക്കൽ വഴനത്തൊലിയും, 1 ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അപ്പോൾ ഈ അഭിഷേകത്തിൻ്റെ ആനന്ദ തൈലം ഉണ്ടാക്കേണ്ടതിനെ കുറിച്ച് അവിടെ പറയുകയാണ്. അവിടെ മലയാളത്തിൽ 4 സംഗതികളാണ് പറയുന്നത്. എന്നാൽ മൂലഭാഷയിലും ഇതര ഭാഷയിലേക്കും കടന്നു വരുമ്പോൾ 5 കാര്യങ്ങളാണ് ഒരു ആനന്ദ തൈലം ഉണ്ടാകുവാൻ ഉപയോഗിക്കപ്പെടുന്നത്. 5 വസ്തുക്കളിൽ കൂടെയാണ് ഒരു ആനന്ദ തൈലം ഉളവാക്കപ്പെടുന്നത്. ഈ ഓയിൽ, അപ്പോൾ ഈ ഓയിലിൻ്റെ ബേസ് എന്താണെന്നറിയാമോ? ഏതൊരു തൈലത്തിനും ബേസ് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ഓയിലായിരിക്കുക. ആ ഓയിൽ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ തേങ്ങയുടെ വെളിച്ചെണ്ണയായിരിക്കും അതിൻ്റെ ബേസ്. പക്ഷേ യഹോവയുടെ ആലയത്തിലെ യഹൂദൻ്റെ അഭിഷേക തൈലത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒലിവെണ്ണയാണ്. ആമേൻ. ഒലിവെണ്ണയാണ് ബേസ്. ഈ ഒലിവെണ്ണ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഒലിവ് മരത്തിൽ നിൽക്കുന്നതായ നല്ല ഒലിവും കായ്കൾ അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അതിനെ പറിച്ചെടുക്കുക. അതിനെ പറിച്ചെടുത്ത് ചക്കിനകത്തേക്ക് കൊണ്ടിട്ട് ചക്കിനകത്തിട്ട് അതിങ്ങനെ ആട്ടോ. അതിന്മേൽ ചെറിയ ഒലിവ് കഷണങ്ങളുടെ മേൽ
വലിയ കല്ലുകൾ ഉരുളുവാൻ തുടങ്ങും. ഉരുളുന്ന കല്ലുകൾക്കിടയിൽ കിടന്ന് ഈ ഒലിവുങ്ക ചതയാൻ തുടങ്ങും. വളരെ മനോഹരമായ സൗന്ദര്യമുള്ള നല്ല പച്ച നിറത്തിൽ കറുത്ത നിറത്തിലൊക്കെ നിൽക്കുന്ന സുന്ദരമായ ഒലിവ് കായ്കൾ ഈ ചക്കിനകത്ത് കിടന്ന് വലിയ തന്നേക്കാൾ 1000 ഇരട്ടി വലിപ്പമുള്ള വലിയ കല്ലുകൾക്കിടയിൽ കിടന്ന് ഈ ഒലിവും കായ്കൾ ചതയുവാൻ തുടങ്ങും. ഒലിവും കായ്കൾ ചതയുമ്പോൾ അതിനകത്ത് നിന്ന് ഊറി 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 ഒരു എണ്ണ, പൊന്നിറമുള്ള എണ്ണ അതിനകത്തേക്ക് അടിഞ്ഞു വീഴുവാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണോ, എവിടെയൊക്കെ നീ ചതയ്ക്കപ്പെടുന്നോ, എവിടെയൊക്കെ 1000 ഇരട്ടി ഭാരമുള്ള കല്ല് നിന്റെ മുകളിൽ കൂടെ ഉരുണ്ടുകൊണ്ട് ചക്കിനകത്തിട്ട് ആട്ടുന്നത് പോലെ നിന്നെ ആട്ടിയെടുക്കുന്നോ, ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞാട്ട് ചക്കിനകത്തും ചതയ്ക്കപ്പെടുന്ന ഒരു ഒലിവുക പോലെ എൻ്റെ ജീവിതത്തിൽ ഇന്നലകൾ കടന്നു പോകുമ്പോൾ ഒരു ഉദ്ദേശമില്ലാതെ, ഒരു നിയോഗമില്ലാതെ, ഒരു നിർണയമില്ലാതെ, ഒരു പദ്ധതിയില്ലാതെ ഈ ഒലിവിനെ അവൻ ചതച്ചിട്ടില്ല. ഇന്ന് പകൽ സ്വനെഞ്ചത്ത് കൈവച്ച് പറ, ഈ ഒലിവ് ചതയ്ക്കപ്പെട്ട ഒരു കാലമുണ്ട്, ഈ ഒലിവ് നുറുക്കപ്പെട്ട ഒരു കാലമുണ്ട്, ഈ ഒലിവിന്റെ മനോഹരത്വം നഷ്ടപ്പെട്ട ഒരു കാലമുണ്ട്, ഈ ഒലിവ് മുറിയപ്പെട്ട ഒരു കാലമുണ്ട്. പക്ഷേ എനിക്കുറപ്പുണ്ട്, ഈ ഒലിവ് ചതഞ്ഞത് ഇതിനകത്തു നിന്ന് ഒരാനന്ദ തൈലത്തെ ഉളവാക്കി എടുക്കുവാനാണ്. ഇന്ന് പകൽക്കാല ഞാൻ പറയട്ടെ, ചതഞ്ഞിട്ടില്ലാത്തവന് ആനന്ദ തൈലമാകാൻ കഴിയത്തില്ല, ഉടഞ്ഞിട്ടില്ലാത്തവന് ആനന്ദ തൈലമാകാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ ലഭിച്ച ചതകളെ നോക്കി സ്തോത്രം പറഞ്ഞാട്ട് I am going to be the oil of gladness. ഇപ്പൊ പേരെന്താണെന്നറിയാമോ? ഓയിൽ ഓഫ് ഗ്ലാഡ്നസ്. പക്ഷെ പ്രോസസ് എന്താണെന്നറിയാമോ? ചതയ. ഇന്ന് പകൽക്കാല ആമേൻ, when you going through the season of crushing, നിന്നെ ചതയ്ക്കുന്ന, ക്രഷ് ചെയ്യുന്ന ചതയുടെ കാലങ്ങളെ നോക്കി പറഞ്ഞാട്ട് എൻ്റെ പേര് മാറാൻ പോവുകയാ, എൻ്റെ പേര് മാറാൻ പോവുകയാ, എൻ്റെ പേര് മാറാൻ പോവുകയാ. ഹോളി സ്പിരിറ്റ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒലിവ് ചതയ്ക്കപ്പെട്ടോ, അതിനകത്തുനിന്ന് ഒലിവെണ്ണ രൂപീകരിക്കപ്പെട്ടോ, ഈ ഒലിവെണ്ണ രൂപീകരിക്കപ്പെട്ടോ. ഒലിവിൻ്റെ നിറം എന്താണെന്നറിയാമോ? ഒലിവെണ്ണയുടെ നിറം പൊന്നിൻ്റെ നിറമാണ്. ഹല്ലേലൂയ. ചതയ്ക്കപ്പെട്ട ഒലിവെണ്ണ പൊന്നിറമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അഭിഷേക തൈലമാകേണ്ടിയ ഒലിവെണ്ണയ്ക്ക് ഒരിക്കലും ഒലിവെണ്ണയുടെ നിറത്തിൽ നിൽക്കാൻ കഴിയത്തില്ല. ഒലിവെണ്ണയ്ക്ക് പൊന്നിറമാണ്, പക്ഷെ അഭിഷേക തൈലത്തിന് പൊന്നിറമല്ല. ഒലിവെണ്ണയ്ക്ക് പൊന്നിൻ്റെ നിറമാണ്, പക്ഷെ അഭിഷേക തൈലത്തിന് ഒരിക്കലും പൊന്നിൻ്റെ നിറമല്ല. എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ കൂടെ 4 പ്രത്യേക സാധനങ്ങളെ ചേർക്കാൻ തുടങ്ങി. ഞാൻ 4 സാധനങ്ങളിലേക്ക് കടന്നു വരാം. സ്തോത്ര. ആ 4 സാധനങ്ങളെ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. 1 അയഞ്ഞ മൂര്, 2 സുഗന്ധ ലവംഗ, 3 വയമ്പ്, 4 വയണത്തൊലി. ഈ 4 സാധനങ്ങളും അതിനകത്ത് ചേർത്ത് ആമേൻ ഈ ഒലിവെണ്ണയെ ആമേൻ വാറ്റിയെടുത്ത് അതിനെ തൈലമാക്കാൻ തുടങ്ങി. അപ്പോൾ സംഭവിച്ചത് ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഈ ഒലിവ് ഓയിലിൻ്റെ ഒലിവ് ഫാമിലിയുമായിട്ടുള്ള ബന്ധം ഈ ഒലിവ് ഓയിലിന് നഷ്ടപ്പെട്ടോ. They lost the smell of the olive family. They lost the texture of the olive family. ഇന്ന് പകൽക്കാല ആനന്ദ തൈലമായി ഒരുത്തൻ മാറുമ്പോൾ അവനിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, he shall lose the texture of his family. He shall lose the texture of his legacy. ഇന്ന് പകൽക്കാല എത്ര പേർ തിരിച്ചറിയുന്നോ, ഞാനൊരു ആനന്ദ തൈലമാ. നിന്റെ കുടുംബത്തിൽ പലരും ചതയ്ക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവർക്കല്ല ഇന്ന് ഒലിവിന്റെ മണവാ, അവർക്കല്ല ഇന്ന് ഒലിവെണ്ണയുടെ പൊന്നറവുണ്ട്. പക്ഷേ നിന്റെ പൊന്നറം നഷ്ടപ്പെട്ടോ, നിന്റെ ഗ്ലാമർ പോയി, നിന്റെ റെപ്യൂട്ടേഷൻ പോയി, നിന്റെ ഡിഗ്നിറ്റി പോയി, നിന്റെ മാന്യത പോയി. ഇന്ന് ഒലിവ് ഫാമിലിയിലുള്ള ഒരുത്തന് ഇതിനെ കണ്ടാൽ അവന്റെ ഫാമിലിയിലുള്ളതാണെന്ന് പറയത്തില്ലെന്നേ. അഭിഷേക തൈലത്തിന്റെ ഒലിവ് എണ്ണയുടെ ഇപ്പുറത്ത് കൊണ്ട് വെക്കുവാണെങ്കിൽ ഒലിവ് ഫാമിലിക്കാർ പറയും, അവൻ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവൻ അല്ല. അവന്റെ കളർ നോക്ക്, അവൻ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവൻ അല്ല. അവന്റെ ടെക്സ്ചർ, അവന്റെ ആ ഡെൻസിറ്റി നോക്ക്, അവന്റെ വിസ്കോസിറ്റി നോക്ക്, അതിനെ ഒന്ന് കയ്യിലെടുത്ത് ഇങ്ങനെ കുഴച്ച് ഒന്ന് നോക്ക്. ഒലിവെണ്ണ കയ്യിലെടുത്ത് ചെയ്യുന്നത് പോലെയാണോ ആ വിസ്കോസിറ്റി? അതിന്റെ ടെക്സ്ചർ മാറിയത് കണ്ടോ? അവൻ ഒലിവല്ല, അവൻ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവനല്ല.
ആ ഒലിവെണ്ണ ഒന്ന് എടുത്ത് മണത്ത് നോക്കിയേ. ഒലിവിന്റെ മണം ഇതിനകത്തില്ല. അവൻ ഞങ്ങളുടെ ഫാമിലിയിലുള്ളതല്ല. ഇന്നലകളിൽ ഒരു കൊലയിൽ നിന്ന് ഒലിവ് കായ്കൾ, ഒരു ചക്കിനകത്ത് ചതയ്ക്കപ്പെട്ട ഒലിവ് കായ്കൾ. പക്ഷേ മറ്റൊലിവ് കായ്കളല്ല ഇപ്പോൾ പറഞ്ഞു, he doesn't belongs to our family. അഭിഷേക തൈലത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ക്രഷിംഗ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് റിജക്ഷൻ ആയിരുന്നു. ആനന്ദ തൈലത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു ക്രഷിംഗ് ആയിരുന്നെങ്കിൽ, ഒരു ത്രഷിംഗ് ആയിരുന്നെങ്കിൽ, അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു റിജക്ഷൻ ആയിരുന്നു. ഇന്ന് പകൽക്കാലം കരമടിച്ച് എത്ര പേർക്കും സ്തോത്രം ചെയ്യാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ആനന്ദ തൈലമാണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയോ? ചതയ്ക്കപ്പെട്ട ഒലിവ് കായ്ക്ക് പറയാൻ കഴിയത്തുള്ളൂ. ആമേൻ. റിജക്റ്റ് ചെയ്യപ്പെട്ട ഒലിവ് കായ്ക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നിന്റെ റിജക്ഷനുകളെ നോക്കിയിട്ട്, നിന്റെ തള്ളപ്പെടലുകളെ, നിന്റെ ഒറ്റപ്പെടലുകളെ നോക്കിയിട്ട് നീ വിളിച്ചു പറഞ്ഞാട്ട്, ഞാനൊരു അഭിഷേകത്തിന്റെ തൈലമാണ്. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ നിയോഗമാണ്. നീ കടന്നുപോയ റിജക്ഷനുകളുടെ, നീ കടന്നുപോയ ഒറ്റപ്പെടലുകളുടെ, ഒലിവ് ഫാമിലിയിൽ ആരും നിന്നെ കൂട്ടാൻ പറ്റത്തില്ല. യു ലോസ്റ്റ് ദ ടെക്സ്ചർ ഓഫ് ദ ഒലിവ് ഫാമിലി, യു ലോസ്റ്റ് ദ കളർ ഓഫ് ദ ഒലിവ് ഫാമിലി, യു ലോസ്റ്റ് ദ സിസ്റ്റം ഓഫ് ദ ഒലിവ് ഫാമിലി. Nobody can recognize you as the member of the Olive family because you lost your Olive legacy. ഇന്ന് പകൽക്കാല ഞാനൊരു കാര്യം പറയാ. ആമേൻ. കൂട്ടവും കുലവും വെറുക്കപ്പെട്ടവൻ മാത്രം, തള്ളപ്പെട്ടവന് മാത്രമേ ആനന്ദ തൈലമാകാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ എത്ര പേർ പറയാ, I am the oil of gladness. ഉറ്റവർ സ്നേഹിതർ പറ്റം തിരിഞ്ഞു നിന്ന് മുറ്റും വീടക്കന്നെ തള്ളിയിടുമ്പോൾ, കരമടിച്ച് ഉറ്റവർ സ്നേഹിതർ പറ്റം തിരിഞ്ഞു നിന്ന് മുറ്റും വീടക്കന്നെ തള്ളിയിടുമ്പോൾ, പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവില്ലൻ പക്ഷത്തു ചേർന്നിടുമേ. ഓ, പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവില്ലൻ പക്ഷത്തു ചേർത്തിടുമേ. കൂടുവിട്ടൊടുവിൽ ഞാനേ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും, പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക് പാടുകളേറ്റവനാ. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക് പാടുകളേറ്റവനാ. ലോകമെനിക്കു വേണ്ട, ലോകത്തിൽ ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാതെ നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിൽ ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാതെ നോക്കി. എങ്ങു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ നിനക്കാ. എങ്ങു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ നിനക്കാ. ഉറ്റവർ സ്നേഹിതർ പക്ഷം പിരിഞ്ഞു മുറ്റും വിളക്കന്നെ തള്ളിടുമ്പോ. ഉറ്റവർ സ്നേഹിതർ പക്ഷം പിരിഞ്ഞു നിന്ന് മുറ്റും വിളക്കന്നെ തള്ളിടുമ്പോൾ, പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവിൽ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവിൽ പക്ഷത്തു ചേർന്നിടുമേ. തിരിഞ്ഞു നിന്ന് മുറ്റും പിടക്കണ്ണി തള്ളിടുമ്പോൾ, ഉറ്റവർ സ്നേഹിതർ പക്ഷം പിരിഞ്ഞു നിന്ന് മുറ്റും പിടക്കണ്ണി തള്ളിടുമ്പോൾ, പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവിൽ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവിൽ പക്ഷത്തു ചേർന്നിടുമേ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെ എത്തുമ്പോൾ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെ എത്തുമ്പോൾ, പ്രാക്കൾ കണക്കെ മറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. പ്രാകൽ
സംഭവിക്കും രൂപാന്തരം. കുറുവിട്ടോടുവിൽ ഞാന് നാട്ടിലെ വീടിന്റെ ഉള്ളിലെത്തും. പാടിടും ക്ഷയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഉരുവിച്ചോയാകി ഞാന് നാട്ടിലെ വീടിന്റെ ഉള്ളിലെത്തവനാ. പാടിടും ക്ഷയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിടും പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. Crushed olives became olive oil, but rejected olive oil became the oil of gladness. Thank you, Lord, for all the rejections. Thank you, Lord, for all the threshing floors which I have passed through. ഞാൻ കടന്നുപോയ എല്ലാ ചക്കുകൾക്കും നന്ദി. ഞാൻ കടന്നുപോയ എല്ലാ തള്ളപ്പെടലുകൾക്കും നന്ദി. Now you doesn't belongs to that family. Now you doesn't belongs to that family. Hey, you doesn't belongs to that family. നീ ആ കുടുംബവുമായിട്ട് നിനക്കൊരു ബന്ധമില്ലെന്നേ. ഹോളി സ്പിരിറ്റ്, ആ കുടുംബത്തിൽ നിന്ന് എന്നെ വേർതിരിച്ച ദൈവത്തിന്, ആ കുടുംബത്തിൽ നിന്ന് എന്നെ വേർതിരിച്ച ദൈവത്തിന് സ്തോത്രം. പിന്നെ ടെക്സ്റ്റർ നഷ്ടപ്പെടാൻ കാരണം എന്താണെന്നറിയാമോ? പിന്നെ ടെക്സ്റ്റർ നഷ്ടപ്പെടാൻ കാരണം ഒരു ഹീൻ ഒലിവെണ്ണ എടുക്കണം. ഒരു ഹീൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗാലൻ, ഒരു ഗാലൻ ഏതാണ്ട് 3.7 ലിറ്റർ, 3700 മില്ലി, 3 ലിറ്ററും 700 മില്ലിയും. ഇത്രയുമാണ് ഒലിവ് ഓയിൽ, ഇതിന് ആവശ്യമായിരിക്കുന്ന ഒലിവ് ഓയിൽ. 3.7 ലിറ്ററാണ്. എന്നാൽ ഈ 3.7 ലിറ്റർ ഒലിവ് ഓയിലിലേക്ക് 4 കൂട്ടങ്ങൾ ചേർക്കും. ആ 4 കൂട്ടങ്ങളും കൂടെ ആകെ ചേർക്കുമ്പോൾ അതിന് എത്ര വെയിറ്റ് വരുമെന്നറിയാമോ? ഞാനതിന് ഓരോന്നോരോന്നായിട്ട് പറയാം. 17 കിലോ 4 ഐറ്റം ഇടുമ്പോഴാണ് ഇത് ഒലിവ് ഓയിൽ ആനന്ദ തൈലമാകാൻ പോകുന്നത്. അപ്പം 3.7 ലിറ്റർ ഒലിവ് ഓയിലിനകത്തേക്ക് അവിടെ പറയുകയാണ്, അതിനെ അയഞ്ഞ മൂര് 500 ശേക്കൽ വേണം. അയഞ്ഞ മൂര് 500 ശേക്കൽ. വായിക്കാമോ? അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അയഞ്ഞ മൂര് 500 ശേക്കൽ. 2, അതേതാണ്ട് 500 ശേക്കൽ അയഞ്ഞ മൂരെന്ന് പറഞ്ഞാൽ 5700 ഗ്രാം വരും. എന്ന് പറഞ്ഞാൽ 5.7 കിലോ. 5 കിലോ 700 ഗ്രാമുള്ള 5.25 കിലോ മൂര് ഈ എണ്ണയ്ക്കകത്ത് ചേർക്കണം. നിങ്ങളൊന്ന് ഓർത്തോണം, എണ്ണയെക്കാട്ടിലും കൂടുതലാണ് മൂര്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് സുഗന്ധ ലവംഗം അല്ലെങ്കിൽ സിന്നമൺ. അതിൻ്റെ നേർ പകുതി, 5.25 കിലോയുടെ പകുതി. ഇറ്റ് മീൻസ് അറൗണ്ട് 2.900 കിലോഗ്രാം. 2,880 കിലോ വരുന്ന സിന്നമൺ അല്ലെങ്കിൽ സുഗന്ധ ലവംഗം ഉണ്ടാകണം. വീണ്ടും അതിനോട് ചേർത്ത് അതേ അളവിൽ വയമ്പ് ചേർക്കണം. മലയാളത്തിൽ വയമ്പ് എഴുതിയിട്ടില്ല, എന്നാൽ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. കലാമസ് 250 ഷെക്കൽസ്. അപ്പോൾ വയമ്പ് വീണ്ടും 2.900 ഗ്രാം ചേർക്കണം. വീണ്ടും അതിനകത്ത് വയണ തൊലി ആരംഭത്തിങ്കലെ മൂരിൻ്റെ അത്രയും തന്നെ എന്തോ കൂടെ ചേർക്കണം, വയണ തൊലി ചേർക്കണം. അതും 5.7 കിലോയുണ്ട്. അപ്പോൾ 5.7 കിലോ വയണത്തൊലി, 5.7 കിലോ മൂര്, 2.900 കിലോ സുഗന്ധ ലവംഗം, 2.900 കിലോ വയമ്പ്. ഇങ്ങനെ 17 കിലോ സുഗന്ധവർഗം ഏതിനോടുകൂടെ ചേർക്കണം? 3.7. ഞാനതും ഒരു 4 ലിറ്റർ എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൂടാ, ആലയത്തിലെ കണക്ക് കറക്റ്റായിരിക്കണം. 3.7 ലിറ്റർ ഒലിവ് ഓയിലിനകത്ത് 17 കിലോ ഈ സാധനങ്ങളെ, സുഗന്ധവർഗത്തെ ചേർത്തു. അപ്പോൾ
ഈ എണ്ണ മുഴുവനും ഇപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇതിനകത്ത് മുഴുവനുമായിട്ടും കുതിർന്നിരിക്കുകയാണ്. ഇങ്ങനെ കുതിർന്ന് ഇത് ഇരുന്നത് അതിൻ്റെ പ്രോസസ്സിലേക്ക് ഞാൻ കിടക്കുക. ഇതിനകത്തെ ഓരോ ഭാഗത്തിലേക്ക് വരാം. അപ്പോൾ അതിനകത്ത് ഒന്നാമത് ചേർക്കേണ്ടത് എന്താണെന്നറിയാമോ? മൂരിനെ ചേർക്കണം. ആ മൂരിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, അയഞ്ഞ മൂരിനെ ചേർക്കണം. എന്താണ് അയഞ്ഞ മൂരിൻ്റെ പ്രത്യേകത? അല്ലെങ്കിൽ ഈ അയഞ്ഞ മൂര് എങ്ങനെയാണ് ലഭിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ, അയഞ്ഞ മൂര് അല്ലെങ്കിൽ കുന്തിരിക്കം, അയഞ്ഞ മൂര് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ റബ്ബർ കൃഷി ഉള്ളത് കാരണം നമുക്ക് നന്നായിട്ട് മനസ്സിലാകാം. നമുക്ക് നോക്കിയാൽ ഈ ഒട്ടുകറ പോലെ ഇരിക്കുന്നത് കാണാൻ കഴിയുക. ആമേൻ. ഈ മൂരിൻ്റെ മരത്തിൽ മൈർട്രിയിൽ ഷാർപ്പായിട്ടുള്ള കത്തി വെച്ചിട്ട്, ഹെവി ഷാർപ്പായിട്ടുള്ള ഈ കത്തി വെച്ചിട്ട് ഇതിലിങ്ങനെ കുത്തി 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 മരം മുഴുവനും ഇങ്ങനെ കുത്തും. മരം മുഴുവനും കുത്തുന്ന ഉടനെ കുത്തു വീഴുന്ന ഇടത്ത് നിന്ന് ഈ മൈർട്രി ഒരു തുള്ളി കണ്ണുനീര് പോലെ ഒരു ബ്ലീഡിങ് അവിടെ ഉണ്ടാകുക. ഈ ബ്ലീഡിങ് കുറേ കഴിയുമ്പോൾ, ബ്ലീഡായി നിൽക്കുന്ന ഈ മരത്തിൻ്റെ കറ കുറേ കഴിയുമ്പോൾ അവിടെ കട്ടയായി തീരുക. പിന്നീട് ചെന്ന് മരത്തിൽ നിന്ന് ഇത് ചെത്തിയെടുക്കുക. അപ്പോഴാകുന്ന എന്ത് ലഭിക്കുന്നത്? മൂര് ലഭിക്കുന്നത്. ആമേൻ. ഒലിവെണ്ണയ്ക്ക് ദൈവം ഒരു കൂട്ടുകാരനെ കൊടുത്തു. ആരാണ് ഒലിവെണ്ണയുടെ കൂട്ടുകാരൻ എന്നറിയാമോ? അയഞ്ഞ മൂര്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, 2 ക്രഷിങ്ങും 2 ചതയും 2 റിജക്ഷനും കിട്ടിയപ്പോഴത്തേക്ക് നീ ചിന്തിച്ചോ കഷ്ടവും പ്രയാസവും എല്ലാം തീർന്നെന്ന്? ഇല്ല, കഷ്ടവും പ്രയാസവും തീർന്നിട്ടില്ല. പ്രോസസ് 1 കഴിഞ്ഞിട്ടുള്ളൂ. പ്രോസസ് 2 എന്ന് പറയുന്നത് അയഞ്ഞ മൂര എന്ന് പറഞ്ഞാൽ ആ മൂർച്ചയേറിയ കത്തി വെച്ച് വീണ കുത്തിനകത്ത് പ്രതികരിക്കാൻ കഴിവില്ലാതെ, അമേ, ഈ ഓരോ മനുഷ്യൻ വന്നിട്ട് ഈ സ്തോത്ര ഈ മൈർട്രിയുടെ ഈ മൂര് വൃക്ഷത്തിൽ ഇങ്ങനെ ആഞ്ഞാഞ്ഞ് കുത്തുകയാണ്. ഓരോ കുത്ത് കിട്ടുമ്പോഴോ ഈ മൂര് വൃക്ഷം എന്ത് ചെയ്യുകയാണെന്നറിയാമോ? മിണ്ടാതെ നിന്ന് കരയുകയാ. ഈ മൂരിന് കാലുമടക്കി 2 കൊടുക്കാൻ പറ്റുമോ? ഈ മൂരിന് കൈവീശി 2 കൊടുക്കാൻ പറ്റുമോ? ഈ മൂരിന് തിരിച്ചു 4 പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ കെപ്പില്ലാതെ മുറിവേൽക്കുന്നിടത്തല്ല ഈ മൈർട്രി നിന്ന് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ബ്ലീഡ് ചെയ്യുകയാണ്. ആമേ. അതിനിങ്ങനെയാണ് പറയുന്നത്, മയർ ടിയറിങ് എന്നാണ് പറയുന്നത്. ആമേ. മൈർട്രി മൂര് വൃക്ഷം കരയുന്നുമെന്നാണ് പറയുന്നത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, മനുഷ്യൻ നിന്നെ മൂർച്ചയേറിയ വാക്കുകൊണ്ട്, മൂർച്ചയേറിയ പദ്ധതി കൊണ്ട്, കത്തി കൊണ്ട് നിന്നെ കുത്തി 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 മുറിവേൽപ്പിച്ചപ്പോ കാലിന് തിരിച്ച് 2 കാല് മടക്കി അടിക്കാൻ നിനക്ക് കെപ്പില്ലായിരുന്നോ? കൈവീശി കൊടുക്കാൻ നിനക്ക് കെപ്പില്ലായിരുന്നോ? തിരിച്ച് 4 പറയാൻ നിനക്ക് കെപ്പില്ലായിരുന്നോ? പക്ഷേ കുത്തിയ ഇടത്തു നിന്നൊക്കെ ഒലിച്ചിറങ്ങിയ ആ മൂര് കഷണങ്ങളെ, ആ അയഞ്ഞ മൂരിനെ ദൈവം പറഞ്ഞു അത് ചേർക്കട്ടെ. 5.7, ആമേൻ. ഒരു 3.7 ഒലിവെണ്ണയ്ക്കകത്ത് നിന്റെ റിജക്ഷൻ 3.7 ആണെങ്കിൽ നീ വേദന കൊണ്ട് കരഞ്ഞത് 5.7 ആണ്. നീ ക്രഷ് ചെയ്യപ്പെട്ടത് 3.7 ആണെങ്കിൽ നീ കുത്തേറ്റ് കരഞ്ഞത്, ആക്ഷേപം കേട്ട് കരഞ്ഞത്, പരിഹാസം കേട്ട് കരഞ്ഞത്, കുത്തുവാക്ക് കേട്ട് കരഞ്ഞത് അത് 5.7 ആണ്. പക്ഷെ ഇപ്പോഴും ഓയിലിന്റെ പേരെന്തുവാന്നറിയാവോ? ഓയിൽ ഓഫ് ഗ്ലാഡ്നസ്. പക്ഷെ അകത്ത് കിടക്കുന്നത് എന്താണെന്നറിയാമോ? മുറിവിനകത്തുനിന്ന് ഒഴുകിയ മൂര്. ഇതാണ് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി. ഞാനും നീയോ ഏത് മൂരിനകത്ത് പണിയപ്പെട്ടവനാണെങ്കിലോ, എൻ്റെ മേൽ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ പേർ, എൻ്റെ മേൽ വിളിക്കപ്പെട്ട പേർ അത് മായ്ക്കാൻ കഴിയത്തില്ല. മരം കരഞ്ഞ മൂര്, ഹോളി സ്പിരിറ്റ്, മരം കരഞ്ഞ മൂര്. അമ്മേ, ഈ മൂരിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കണോ, മൂരേ നീ എവിടെ നിന്നാ ഉണ്ടായത്? മൂര് പറയും, മുറിവ് വീണ ഒരു മരമാണ്
എന്നെ ജനിപ്പിച്ചത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, കുത്തേറ്റ ഒരു മരത്തിന്, മുറിവ് വീണ ഒരു മരത്തിന് മാത്രമേ മൂരിനെ ജനിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ അതിനകത്തുനിന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. നീ മുറിവേറ്റ മരമാണോ? നിന്റെ അകത്തൊരു മൂരുണ്ട്. മറ്റൊരു കാര്യം ഞാൻ പറയാ, പ്രിയ മാതാവേ, പിതാവേ, നീ മുറിവേറ്റ ഒരു മരമാണോ? നിന്റെ തലമുറകൾ മൂരായിരിക്കുക. ഇന്ന് പകൽ ഒരു നിമിഷം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. 3.7 ലിറ്റർ ഓയിലിന്റെ കൂടെ 5.7 മുറിവിനകത്തു നിന്ന് വീണ മൂരുകൾ. ലോകം എനിക്ക് വരുത്തുന്ന മുറിവുകൾ എന്നെ നശിപ്പിക്കത്തില്ല. എനിക്ക് പ്രതികരിപ്പാൻ കഴിയാതെ നിന്ന് ഞാൻ കരഞ്ഞു തീർത്ത രാത്രികൾ എന്നെ നശിപ്പിക്കത്തില്ല. That was the season of my production. ഒന്നും പറയാൻ കെപ്പില്ലാതെ കരഞ്ഞു തീർത്ത രാത്രികളെ ഞാൻ ഇങ്ങനെ പറയും, സീസൺ ഓഫ് മൈർ പ്രൊഡക്ഷൻ. മൂരുൽപാദനത്തിന്റെ രാത്രികളായിരുന്നു. മൂർച്ചയേറിയ കത്തി കൊണ്ട്, നാക്കുകൊണ്ട്, ബുദ്ധി കൊണ്ട്, ശക്തി കൊണ്ടൊക്കെ കുത്തിപ്പറിച്ചപ്പോൾ ഒഴുകി വന്ന മൂരുകളൊക്കെ അയഞ്ഞ മൂരെ. ഒലിവെണ്ണേ, നിന്റെ ടെക്സ്ചർ എന്താ നശിച്ചു പോയെ? നീ നല്ല ഗോൾഡൻ കളർ അല്ലായിരുന്നോ? ഹൗ യു ലോസ്റ്റ് ദ കളർ? ഹൗ യു ലോസ്റ്റ് ദ ടെക്സ്ചർ? ഒലിവെണ്ണ പറയും, ഒത്തിരി മുറിവിനകത്തുനിന്ന് വീണ മൂര് ഇതിനകത്ത് ചേർന്നു. That's why I lost the texture of Olive family. ഒലിവെണ്ണ 3.7 ലിറ്റർ ആയിരുന്നു. പക്ഷേ അയഞ്ഞ മൂര് 5.7 ആയിരുന്നു. മുറിവുകൾ ഇരട്ടിയായിരുന്നു, കണ്ണുനീർ ഇരട്ടിയായിരുന്നു. പക്ഷെ മൂര് മാത്രം മതിയോ? അതിനോട് ചേർത്ത് പറയുകയാ, സുഗന്ധ ലവംഗവും വയണത്തൊലിയും. സുഗന്ധ ലവംഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ സുഗന്ധ ലവംഗം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയാമോ? ഒരു മരത്തിൻ്റെ തോല് ചെത്തി 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 എടുക്കും. മരത്തിൻ്റെ തോല് ചെത്തിയെടുക്കും. ചെത്തിയെടുക്കപ്പെട്ട സുഗന്ധ ലവംഗം. ഞാൻ അതിനെ മറ്റൊരു ഭാഗത്തോട് ചേർത്ത് വിശദീകരിക്കാം. അതിനോട് ചേർത്ത് വീണ്ടും 5.7 500 ശേക്കൽ തന്നെ എന്ത് വേണമെന്നറിയാവോ? വയണ തൊലി. വയണത്തൊലി എന്ന് പറയുമ്പോഴേ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. വയണമരത്തിൻ്റെ തോല് ചെത്തിയെടുത്തതാണ്. വയണത്തൊലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വയണത്തൊലി കിട്ടണമെങ്കിൽ എന്തോ ചെയ്യണം? തോലുരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, വയണത്തൊലി, തോലുരിക്കപ്പെട്ട വയണത്തൊലികൾ ഇന്ന് പകൽ പറഞ്ഞാട്ടെ. തോലുരിക്കപ്പെട്ട വയണത്തൊലികൾ അത് ഒരു ഒലിവെണ്ണയെ അഭിഷേക തൈലമാക്കി മാറ്റും. തോലുരിക്കപ്പെട്ട വയണത്തൊലി ഇങ്ങനെ കീറിയെടുക്കുന്നത് പോലെ ഇന്നലകളിൽ ജീവിതത്തിൽ നിന്റെ മാന്യതയെ വലിച്ചു കീറി നിന്നെ നിന്നാപാത്രമാക്കി തീർത്ത് നിന്റെ തോലിനെ വലിച്ചു കീറിയെടുത്ത ദിവസങ്ങളും സന്ദർഭങ്ങളും ആഴ്ചകളും സമൂഹ മധ്യത്തിൽ നിന്റെ തോലുരിച്ച്, സഭയ്ക്കകത്ത് നിന്റെ തോലുരിച്ച്, പട്ടണത്തിൽ നിന്റെ തോലുരിച്ച്, ഉരിക്കാവുന്നിടത്തെല്ലാം നിന്റെ തോലുരിച്ച്, നിന്റെ അകം വേദനിക്കത്തക്കവണ്ണ നിന്നെ തോലിച്ചെത്തിയെടുത്ത നിന്റെ തൊലി വലിച്ചു പറിച്ചെടുത്ത, നിന്നെ മാക്സിമം വലിച്ച് കീറിയ സന്ദർഭങ്ങളെ നോക്കിയിട്ട് പറഞ്ഞാട്ടെ, എന്തിനാ കർത്താവേ എന്നെ ഇങ്ങനൊരു അപമാനപാത്രമാക്കിയത്? എന്തിനാ കർത്താവേ എൻ്റെ തൊലിയെല്ലാം ഉരിച്ചെടുത്തത്? കർത്താവ് പറയാ, മക്കളെ, വട്ടയുടെ തോല് ഞാൻ ഉരിച്ചിട്ടില്ലല്ലോ. മക്കളെ, ഞാൻ ഏതെങ്കിലും കാട്ടുമരത്തിൻ്റെ തോല് ഞാൻ ഉരിച്ചിട്ടില്ലല്ലോ. ഞാൻ തോലുരിച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രീ വയണയായി
വയണയായിരുന്നോ? വയണത്തൊലിയുടെ തോലെ ഞാൻ ഉരിച്ചിട്ടുള്ളൂ. ഇന്ന് പകൽക്കാല ദൈവത്തിൻ്റെ പൈതലെ, എത്ര ഒഴിഞ്ഞു പോയിട്ടും ചില നിന്നെ കയറി പിടിച്ചോ, എത്ര മാറി നടന്നിട്ട് ചില അപമാനം നിന്നെ വേട്ടയാടി. എന്താ കാര്യമെന്നറിയാമോ? നീ വയണയായിരുന്നു. വയണയുടെ തൊലി, വയണയുടെ തൊലി ചെത്തിയെടുത്തോ. പലരും വയണയുടെ ഇല വെട്ടിക്കൊണ്ടുപോയപ്പോൾ ദൈവാലയത്തിനകത്ത് ആവശ്യമുള്ള വയണയുടെ തോല് ചെത്തിയെടുത്തോ. ജീവിതത്തിൻ്റെ അപമാനത്തിനകത്ത് പച്ചയ്ക്ക് പരസ്യമായിട്ട്, എൻ്റെ ഭാഷ പറഞ്ഞ നിന്നെ നാറ്റിച്ച് തൊലച്ച് കെട്ടിയപ്പോ അപാശഗന്ധേനിമനം പ്രവർത്താനിയ വയണത്തൊലിയെ ദൈവം ശേഖരിക്കുകയായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, വയണത്തൊലി എത്ര വേണമെന്നറിയാമോ? 5.7 500 ശേക്കൽ. കുറച്ചൊന്നും പോരാ. ഇന്ന് പകൽക്കാല നീ പലപ്പോഴും ചോദിച്ചോ, കർത്താവെ നിന്നെ അനുഭവിച്ച് തീർന്നില്ലേ? അപമാനം അനുഭവിച്ച് തീർന്നില്ലേ? പരിഹാസം അനുഭവിച്ച് തീർന്നില്ലേ? കർത്താവ് ഒന്നും കൂടെ ത്രാസി വെച്ച് നോക്കിയിട്ട് പറഞ്ഞോ, മോനെ 4.5, മോനെ 4.7, മോനെ 4.9, മോനെ 5.1, 5.2. ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികളിലേക്ക് കയറുമ്പോഴോ നിന്നിൽ നിന്നൊരാനന്ദ തൈലത്തെ ഉളവാക്കി എടുക്കുവാൻ എന്തൊക്കെ വേണ്ട. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, മനുഷ്യൻ നിന്നെ പറഞ്ഞ ഓരോ ഇത്, മനുഷ്യൻ നിന്നെ നോക്കി കുലുങ്ങി ചിരിച്ച ഓരോ ഇത്, മനുഷ്യൻ നിന്നെ നോക്കി വായ് പൊത്തി ചിരിച്ച ഓരോ ഇത്, മനുഷ്യൻ നിന്നെ നോക്കി അടക്കം പറഞ്ഞ ഓരോ വയണത്തൊലിക്കകത്ത് ഇന്ന് പകൽ പറഞ്ഞാട്ട് വയണത്തൊലി ആവശ്യമാണ് ഒരാനന്ദ തൈലത്തിന്. ഞാൻ ഒലിവ് ഓയിലിന്റെ അടുക്കൽ ചോദിക്കുകയാണ്, ഹേ ഒലിവ് ഓയിൽ, have you lost your texture? Have you lost your color? ഒലിവ് ഓയിൽ പറയാ, എനിക്ക് സ്വർണ്ണ നിറമായിരുന്നു, പക്ഷെ വയണത്തൊലി അങ്ങോട്ടിട്ട് ചേർത്തപ്പോ എൻ്റെ തൊലി ഉരിക്കുന്ന അപമാനത്തിനകത്ത്, എൻ്റെ തൊലി ഉരിക്കുന്ന വേദനക്കകത്ത് I lost my texture. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതല്, പലപ്പോഴും സമൂഹത്തിൻ്റെ നടുവിൽ നിന്റെ കണ്ണ് വീർത്തും മുഖം നീര് വെച്ചിരിക്കുന്നത് കണ്ടപ്പോ പലരും ചോദിച്ച് എന്ത് പറ്റി, സുഖമില്ലേ എന്ന്. പക്ഷേ നിനക്കറിയാമായിരുന്നോ നിന്റെ മുഖത്തിൻ്റെ ടെക്സ്ചർ നഷ്ടപ്പെട്ടത്, നിന്റെ ക്യാരക്ടർ നഷ്ടപ്പെട്ടത്, നിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടത്, നിന്റെ സകല തത്വവും നഷ്ടപ്പെട്ടത്? ബിക്കോസ് അതിന്റെ കാരണം വയണത്തൊലിയാണ്. തമ്പുരാൻ പറഞ്ഞ ആനന്ദ തൈലം ഉണ്ടാക്കാൻ പോവാന്ന്. വാഗ്ദത്തം എന്തുവായിരുന്നറിയാവോ? നിന്നെ ആനന്ദ തൈലമാക്കാമെന്ന്. കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആനന്ദ തൈലമാക്കാൻ പോകും. ഭയങ്കര ഉന്നത വിളിയാ, ഭയങ്കര തെരഞ്ഞെടുപ്പാ. പക്ഷെ ആനന്ദ തൈലത്തിൻ്റെ ഒന്നാമത്തെ പ്രോസസ് ക്രഷിങ് ആയിരുന്നു, രണ്ടാമത്തേത് റിജക്ഷൻ ആയിരുന്നു, മൂന്നാമത്തേത് മുറിവുകളും ബ്ലീഡിങ്, പ്രിക്കിങ് ആൻഡ് ബ്ലീഡിങ് ആയിരുന്നു, മുറിവുകളും കണ്ണുനീർച്ചാലുകളുമായിരുന്നു. നാലാമത്തേത് ഉരിച്ചെടുക്കുകയായിരുന്നു, ചീകിയെടുക്കുകയായിരുന്നു, ഉരിച്ചുരിച്ചുരിച്ച്. വയണത്തൊലി ഉരിച്ചെടുക്കുമ്പോൾ സുഗന്ധലവംഗം എന്തോ ചെയ്യുമെന്നറിയാമോ? ഉരിച്ചെടുത്താൽ പോരാ, തൊലി മാത്രം പറിച്ചെടുത്താൽ പോരാ. ഈ സാധനം തൊലി മാത്രം പറിച്ചെടുത്താൽ മതി എന്നേ. പക്ഷെ സുഗന്ധ ലവംഗം കിട്ടണമെങ്കിൽ എന്തോ ചെയ്യണമെന്നറിയാമോ? മരത്തെ കടക്കേറ്റണം. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ഔട്ടർ ലെയർ മാത്രമേ പൊളിഞ്ഞിട്ടുള്ളെങ്കിൽ വയണത്തൊലിയെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഔട്ടർ ലെയറിന് അപ്പുറത്ത് തടിയെ ബ്ലേഡ് കയറും. ജീവിതത്തിലെ ചില ഭാരങ്ങളെ ഭക്തന്മാരിങ്ങനെ പറയുന്നത്, ചെങ്കടൽ തീരമതിൽ തൻദാസർ കേണതുപോ ചങ്കിനു നേരെ വരും, വൻഭാരം മാറിപ്പോകും. എൻ്റെ ചങ്കിനു നേരെ വരും, വൻഭാരം മാറിപ്പോകും. എൻ്റെ ചങ്കിനു നേരെ വരും, വൻഭാരം മാറിപ്പോകും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ, കണ്ണുനീർ
കണ്ടവനൻ കാര്യം നടത്തിത്തരും. നമ്മുടെ ജീവിതത്തിൽ രണ്ട് മനുഷ്യരുണ്ട്. ചിലര് വയണത്തൊലി വെട്ടുന്നവരാ, അവര് വന്ന് തൊലി വെട്ടിയിട്ട് പോകും. പക്ഷെ ചിലര് കുറച്ചുകൂടെ ഷാർപ്പാ. അവര് തൊലിയല്ല, അവര് തടി ചെയ്യും, ചങ്കു മുറിക്കും. എന്ന ചങ്കിനു നേരെ വരും വൻഭാരം മാറിപ്പോകും. നിന്മാനമിളകാതെ നിന്മാനം പതറാതെ നിന്നോടു കൂടെ യേശുവുണ്ട് അന്ത്യം വരെ. നിന്മാനമിളകാതെ നിന്മാനം പതറാതെ നിന്നോടു കൂടെ യേശുവുണ്ട് അന്ത്യം വരെ. ചങ്കിന് നേരെ വരുന്ന വൻഭാരം, തൊലി ചെത്തുന്നവനല്ല, തടി ചെയ്യുന്നവൻ. ഇന്ന് പകൽ ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ചിലരൊക്കെ 2025 ഇരിക്കുന്നേ. They are traveling through 2010s or 2015 or 2020 or 2023 or you are passing through some past times. ചങ്കിനു നേരെ വരും വൻഭാരം മാറിപ്പോകും. തൊലി ചെത്തിയിട്ട് മതിയായില്ല, അതുകൊണ്ട് തടി ചെയ്യും. ഹേയ് ഒലിവ്, പണ്ട് നല്ല ഗോൾഡൻ കളറായിരുന്നല്ലോ. ഹൗ യു ലോസ്റ്റ് ദ കളർ? ഒത്തിരി വയണത്തൊലിയുണ്ട് ജീവിതത്തിൽ, ഒത്തിരി സുഗന്ധലവംഗമുണ്ട് ജീവിതത്തിൽ. എനിക്കൊരു വ്യക്തി മെസ്സേജ് ഇട്ട് ഒരു സെന്റൻസ് ഉണ്ട്. യു ആർ വെരി few persons who loved me even the world made me harder. ലോകം എന്നെ കഠിനപ്പെടുത്തിയിട്ടും എന്നെ തിരസ്കരിക്കാതെ സ്നേഹിച്ച ചുരുക്കം, ചിലരിലെ ചുരുക്കം വ്യക്തികളിൽ ഒരാളാണ് നിങ്ങൾ. ഒലിവേ, നിൻ ടെക്സ്ചർ പോയി, കളറ് പോയി, മണം പോയി, എല്ലാം പോയി. എന്താ? ഒത്തിരി വയണത്തൊലി കയറി, ഒത്തിരി സുഗന്ധലവംഗം ചുരുട്ടി ചുരുട്ടി വെച്ചത് കണ്ടോ? എവിടുന്ന ഇതിങ്ങനെ ചുരുട്ടി ചുരുട്ടി വെച്ചെന്നറിയാമോ? തടി ചീകിയതാ, തടി ചീകിയതാ. മലയാളത്തിൽ എഴുതിയിട്ടില്ലാത്ത 4മതൊരു കാര്യം കൂടെയുണ്ട്. അതിങ്ങനെയാണ് മലയാളത്തിൽ, അത് വയമ്പ് എന്നാണ് പറയുന്നത്. വായിക്കാമോ ആ വേദം? അതും കൂടെ ഒന്ന് കാണിക്കാമോ? വയമ്പ് എന്തായിരിക്കും ഈ വയമ്പ്? ഇതാണ് വയമ്പ്. കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ കറ്റാർ വാഴ പോലെ ഇരിക്കും. ഏറ്റവും ബലഹീനപ്പെട്ടത്, ഒരു മുള്ളു നിറഞ്ഞതായിട്ടുള്ള ഇത്. ഇപ്പോൾ ആനന്ദ തൈലത്തിനകത്ത് ചേർക്കുന്ന അടുത്ത സാധനമാണ് ഏതെന്നറിയാമോ? വയമ്പ്. മുള്ളു പോലെ ആർക്കും ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഒരു സാധനത്തെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഒന്നുകിൽ എന്തോ വേണം, അതിന് നല്ല ഉയരവും കഴിവും പ്രാപ്തിയൊക്കെ വേണം. വയമ്പിനതുണ്ടോ? വയമ്പിനതുണ്ടോ? ഇല്ല. എന്നാ പോട്ട് എടുത്ത് പോക്കറ്റിൽ വെക്കാൻ നീ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു സ്മൂത്ത്നെസ് ഉണ്ടോ? ഇല്ല. കഴിവും പ്രാപ്തിയും ഇല്ലാത്ത ഒരു വയമ്പ്. ഈ വയമ്പിനെയും ചേർത്ത് എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഒലിവെണ്ണയ്ക്കകത്തിട്ടു. ഇതെല്ലാം കൂടി ഇട്ടാൽ ഇത് ഒന്നിക്കുവോ? ഇതെല്ലാം കൂടി ഇട്ടാൽ ഇത് ഒന്നിക്കുവോ? ഒന്നിക്കത്തില്ല. ഇതെല്ലാം കൂടി ഇട്ട് ഒന്നിക്കാൻ വേണ്ടി എന്ത് ചെയ്തെന്നറിയാമോ? ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ചൂടാക്കാൻ തുടങ്ങി, അടിയിൽ നിന്ന് തീ കയറ്റാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം നീ പലപ്പോഴും പറയത്തില്ലേ,
ഒരു പ്രശ്നമായിരുന്നു അങ്ങ് സഹിക്കായിരുന്നു, ഒരു വഴിക്കായിരുന്നു ഞാൻ അങ്ങ് സഹിച്ചേനെ, 2 വഴിക്കായിരുന്നു ഞാൻ അങ്ങ് സഹിച്ചേനെ. ഇതിപ്പോ 3.7 ലിറ്റർ ഒലിവ് ഓയിലിനകത്ത് ആമേൻ 17 kg സങ്കടവും ദുരിതവും കഷ്ടവും നിന്നേ അപമാനവും കൂടെ ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ട് അടിക്കുന്ന അങ്ങോട്ട് തീ കയറ്റാൻ തുടങ്ങി, അകത്ത് നിരുത്തി നിന്നെ വേവിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാല തിരിച്ചറിഞ്ഞാട്ട് നിന്റെ പേർ ആനന്ദതൈലമെന്നാണ്. ആമേ, എണ്ണ നന്നായിട്ട് എണ്ണ എന്ന ഒരു 10 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുകയാണോ? 10 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുകയല്ല, എണ്ണ ചൂടാവുന്നിടം വരെ നല്ല ഹൈ വോളിയത്തിലിട്ടോ, അതിനുശേഷം സിമ്മിലിട്ടിട്ട് എന്ത് ചെയ്യുകയാണെന്നറിയാവോ? ഈ തീ ഇങ്ങനെ ചെറിയ ഭാഗത്തിലിട്ടേക്കോ, കഷ്ടം ഒഴിയുന്നോ ഇല്ല, വിടുതൽ ലഭിക്കുന്നോ ഇല്ല. ഇപ്പോൾ ഒരു ചെറിയ തീക്കകത്ത് 2022 ചെറിയ തീ, 2023 ചെറിയ തീ, 2024 ചെറിയ തീ. പുറമേ നിന്ന് നോക്കുമ്പോൾ പഴയ തീയൊന്നും ഇല്ലല്ലോ, ചെറിയ തീയൊക്കെ അല്ലേ ഉള്ളൂ, സഹിച്ചാ പോരെ. പക്ഷെ അകത്ത് കലത്തിലിരിക്കുന്നവനറിയാം വേവിന്റെ ഗുണം. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ അടച്ചിട്ട് നിന്നെ വേവിച്ച ഒരു സീസൺ കഴിഞ്ഞു പോകുമ്പോൾ 2025 അവസാന മാസത്തിൽ കാലെടുത്ത് വെക്കുന്ന ദൈവ പൈതലെ ഞാൻ നിന്നോട് പറയുകയാണ്, നിന്റെ പേര് മാറാൻ പോവുകയാണ്. You are going to be the oil of gladness. You are going to be the oil of gladness. Latana mahasatenia, lakatana mahasataria, laborteni mahasatenia, larmahatenia, lasatania, lagadagadaga siandara jana daragadaga siantara. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ഞാൻ കൃഷി ചെയ്യപ്പെട്ടവനാ, ഞാൻ റിജക്റ്റ് ചെയ്യപ്പെട്ടവനാ, ഞാൻ ഒത്തിരി തോലുരിയപ്പെട്ടവനാ, ഞാൻ ഒത്തിരി തടി ചെയ്യപ്പെട്ടവനാ, ഞാൻ ഒത്തിരി മുറിവേറ്റവനാ, ഞാൻ ഒത്തിരി ബ്ലീഡ് ചെയ്യപ്പെട്ടവനാ. പക്ഷേ എൻ്റെ ബ്ലീഡിങ് എല്ലാം എൻ്റെ മൂരാണ്, എൻ്റെ ചെത്തലല്ല സിന്നമൺ സുഗന്ധലവംഗമാണ്. എന്നെ വലിച്ചു കീറിയതൊക്കെ എൻ്റെ വയണത്തൊലികളാണ്, എൻ്റെ ബലഹീനതകളൊക്കെയോ വയമ്പുകളാണ്. ഇന്ന് ഞാൻ കടന്നു പോകുന്ന സീസൺ ഓഫ് അഫ്ലിക്ഷൻ, അത് എന്നെ ഇത് ചെയ്യാനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ, എല്ലാ കാലവും ഇത് കലത്തിനകത്തിട്ട് വേവിക്കത്തില്ല. കളർ മാറി, സിസ്റ്റം മാറി, സെറ്റപ്പ് മാറി. ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഒരു വലിയ തുണിക്കകത്തേക്ക് ഈ ഈ അഴുക്കും മണ്ണും പൊടിയും എല്ലാം കൂടെ കിടക്കുന്നതായിട്ടുള്ള ഈ എണ്ണയെ എടുത്ത് ഊറ്റിയിട്ട് ഈ തുണിക്കകത്ത് അവസാനം ഇതെല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഒരു അവസാനം എന്തോ കൂടെ ഉണ്ടെന്നറിയാമോ? ഒരു ഞെക്കും കൂടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ആ ഞെക്ക നീ ഇപ്പൊ കൊണ്ടുകൊണ്ടിരിക്കുന്നേ. ആ ഞെക്ക ഈ 2025 അവസാനത്തിൽ നിന്നെ ഞെക്കി എടുക്കുകയാ. കാരണം നീ അനുഭവിച്ച കഷ്ടതകളൊന്നും വൃഥാവാകരുതെന്ന്, നീ അനുഭവിച്ച വേദനകളൊന്നും വൃഥാവാകരുതെന്ന്. തുണിക്കകത്ത് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് അല്ല സതാരിയ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാൻ ദൈവത്തിൻ്റെ അടുക്ക ചോദിച്ചു, കർത്താവേ ഇതൊക്കെ എന്തോ പരിപാടിയാണെന്ന്. 25-ാം വാക്യത്തിൽ കർത്താവ് എന്താ പറഞ്ഞ അതിന് മറുപടി എന്താണെന്ന് അറിയാമോ? തൈലക്കാരൻ്റെ വിദ്യ പ്രകാരം എൻ്റെ കഷ്ടതയുടെ നെടുനീളം ഞാൻ കൊണ്ടുപോയി തമ്പുരാൻ്റെ മുമ്പിൽ വെച്ചപ്പം കർത്താവ് പറയാ തൈലക്കാരൻ്റെ വിദ്യ പ്രകാരം. അത് മലയാളത്തിൽ അത്ര രസമില്ല കേട്ടോ. അത് ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ആഫ്റ്റർ ദ ആർട്ട് ഓഫ് ദ അപ്പോത്തിക്കാരി. ഇത് തൈലക്കാരൻ്റെ എന്തായിരുന്നെന്നാ? ഒരു ആർട്ടായിരുന്നു. ഇന്ന് പകൽക്കാല നീ കടന്നുപോയ പരിശോധനകൾ ദൈവത്തിന്റെ ശാപമായിരുന്നില്ല, ദൈവത്തിന്റെ റിവെഞ്ച് ആയിരുന്നില്ല. ദിസ് ഈസ് ദ ആർട്ട് ഓഫ് ദി അപ്പോത്തിക്കാരി. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ കഷ്ടതകൾ ദ ആർട്ട് ഓഫ് ഹെവൻ, എന്റെ പ്രതിസന്ധികൾ ദ ആർട്ട് ഓഫ് ഗോഡ്. ലസനിയ താരകടകത്താരി ദൈവ പൈതലേ, നീ കൃഷി ചെയ്യപ്പെട്ടപ്പോ മനുഷ്യൻ ചിന്തിച്ചോ നിന്റെ പണി തീർന്നെന്ന്? നീ റിജക്റ്റ് ചെയ്യപ്പെട്ടപ്പോ മനുഷ്യൻ ചിന്തിച്ചോ നിന്റെ ശാപമാണെന്ന്? നിന്റെ തൊലി ഉരിച്ചപ്പോ മനുഷ്യൻ ചിന്തിച്ചോ നിന്റെ മേലുള്ള ന്യായവിധിയാണെന്ന്? ഓ, നിന്റെ മേൽ കൂർത്ത കത്തികൾ
വാളുകൾ വെച്ച് കുത്തി മൂരി ബ്ലീഡ് ചെയ്തപ്പോ മനുഷ്യൻ പറഞ്ഞു അത് ആവശ്യമായിരുന്നെന്ന്, ഇത് നിന്റെ ഗതികേടാണെന്ന്. പക്ഷേ ഇന്ന് പകൽ സ്വർഗം പറയുന്നു, നോ, that is not curse, that is not fate, but this is the art of heaven. Oh la sataria, ഇന്ന് പകൽ നിന്റെ കഷ്ടതയ്ക്ക് ഒരു പേര് പറഞ്ഞാട്ട്, the art of apothecary, the art of apothecary, la satalia, ramana, rathenia, lagos. ഞാൻ ഒറ്റ മിനിറ്റ് എൻ്റെ സഹോദരങ്ങളെ, ഈ ഒലിവ് ഈ തൈലം എടുത്തു. ഈ തൈലം എടുത്തിട്ട് 2 ഗ്യാരണ്ടി ദൈവം പറഞ്ഞു. 32 വാക്യം, പുറപ്പാട് 30:32. ദൈവം പറഞ്ഞു, ഇത്രയും കഷ്ടപ്പെട്ടേ ഈ ആനന്ദ തൈലം എടുത്തേക്കുന്നത് ഒരു മനുഷ്യൻ്റെയോ ദേഹത്തൊഴിക്കാനല്ല. ദേഹത്തെന്തിനാ എണ്ണ തൂക്കുന്നേ? ദേഹത്തെന്തിനാ എണ്ണ തൂക്കുന്നേ? ഒരു സുഖത്തിന്, ഒരു ഷൈനിങ്ങിന്. കർത്താവ് പറയാ, നിന്നെ ഞാൻ കഷ്ടതയിൽ കൂടെ കൊണ്ടുവന്നെങ്കിൽ, നിന്നെ എൻ്റെ അപ്പോത്തിക്കാരി ആർട്ടിനകത്ത്, എൻ്റെ ആർട്ടിനകത്ത് ഞാൻ നിന്നെ കഷ്ടതയുടെ കടും ശോധനയിൽ കൂടെ നടത്തിയെങ്കിൽ, മനുഷ്യൻ നിന്നെ അവൻ്റെ പദ്ധതിക്ക് വേണ്ടി, മനുഷ്യൻ നിന്നെ അവൻ്റെ പോക്കലിട്ടിലിട്ട് ഉപയോഗിക്കത്തില്ലെന്ന്. മനുഷ്യന്റെ ദേഹത്തിൽ നിന്നെ ഒഴിക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ലെന്ന്. നാട്ടുകാരുടെ ഇഷ്ടത്തിന് നിന്നെ തട്ടാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന്. ലോകത്തിന്റെ ഇഷ്ടത്തിന് നിന്നെ തട്ടാൻ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് പകൽ കഷ്ടത അനുഭവിച്ചോ, പ്രതികൂലം അനുഭവിച്ചോ, ദൈവ പൈതൽ വിളിച്ചു പറ, ഇത് വല്ലവന്റെ ദേഹത്ത് തൂക്കാനുള്ളതല്ല, ഇത് നിയോഗമുള്ളതാ, ഇത് പദ്ധതിയുള്ളതാ. ഓ ഒരു മനുഷ്യന്റെ ഇഷ്ടം നിന്റെ മേളിൽ നടക്കത്തില്ല. ഒരു പൊന്നു തമ്പുരാന്റെ ഇഷ്ടമോ നിന്റെ മേളിൽ നടക്കത്തില്ല. ഒരു കുലദൈവത്തിന്റെ ഇഷ്ടമോ നിന്റെ മേളിൽ നടക്കത്തില്ല. ഒരു വെച്ചുകാഴ്ചയുടെ വിളിച്ചു നേർച്ചയുടെ ഇഷ്ടമോ നിന്റെ മേളിൽ നടക്കത്തില്ല. കാരണം യു ആർ ദ ആർട്ട് ഓഫ് അപ്പോത്തിക്കാരി. പണി തരാമെന്ന് ചിലർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ തമ്പുരാൻ അത് സമ്മതിക്കത്തില്ല. നിനക്ക് പണി തരാൻ പറ്റത്തില്ലെന്നേ. ഇന്ന് പകൽ ഞാൻ ദൈവിക അധികാരത്തിൽ പറയുന്നു, മനുഷ്യന്റെ ദേഹത്തിൽ ഇനി ഇത് ഒഴിക്കാൻ പറ്റത്തില്ല. Yes, because you are the art of God. You are the art of heaven. നീ ഒത്തിരി കഷ്ടം അപമാനമൊക്കെ സഹിച്ചതാ. നാട്ടുകാരി ചിന്തിച്ച് നിന്നെ കാലും മടങ്ങി അടിക്കാന്ന് നടക്കത്തില്ല. ഒരു മനുഷ്യന്റെ ദേഹത്തിൽ ഒഴിക്കത്തില്ല. Because you are the art of heaven. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞു, ഇത് മനുഷ്യന്റെ ദേഹത്തിൽ ഒഴിക്കത്തില്ല. ഒരച്ചാച്ചന്റെ അമ്മമ്മയുടെ ഇഷ്ടത്തിന് ഇവനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അടുത്തത് 32 വാക്യത്തിൽ പറഞ്ഞു, അതിൻ്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ, ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, ലോകം എപ്പോഴും അനുകരണത്തിൻ്റെതാണ്. ആദ്യം അനുകരിച്ചത് ആരാണെന്നറിയാമോ? ആദ്യം അനുകരിച്ചത് യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 14 അധ്യായം 14 വാക്യം, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. അത്യുന്നതൻ എന്ത് ചെയ്യുന്നോ അതുപോലെയെല്ലാം ഞാനും ചെയ്യും. ഇതാരാ പറഞ്ഞതെന്നറിയാമോ? വീണുപോയ ദൂതൻ നിന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 7 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 7 അധ്യായം അവിടെ പറയും, അതിൻ്റെ 11 വാക്യം, ഫറവോൻ വിദ്വാൻമാരെ ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു, മിസ്രൈമ്യ മന്ത്രവാദികളായി ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. ദേ ഇമിറ്റേറ്റഡ്. ആരെ ഇമിറ്റേറ്റ് ചെയ്തു? മോശെ ഇമിറ്റേറ്റ് ചെയ്തു. പിശാചിൻ്റെ തന്ത്രവും പിശാചിൻ്റെ മക്കളുടെ പ്രവൃത്തിയുമാണ് എന്താണ്? വേറൊരുത്തനെ അനുകരിക്കുക, വേറൊരുത്തനെ കോപ്പി അടിക്കുക. മോശയുടെ പുറപ്പാട് പുസ്തകം 7 അധ്യായത്തിൽ മോശെ മന്ത്രവാദികൾ എന്ത് ചെയ്തു? കോപ്പി അടിച്ചു. മോശ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യുക, മോശ നടക്കുന്ന പോലെ നടക്കുക, മോശ പറയുന്നത് പോലെ പറയുക, മോശയെ കോപ്പി അടിക്കുക.
പക്ഷേ 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ അതൊരു എക്സ്റ്റെൻഡ് വരെ നിന്നെ കോപ്പി അടിക്കാൻ പറ്റും, ഒരു എക്സ്റ്റെൻഡ് വരെ നിന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുകയാണ്, മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ അതുപോലെ ചെയ്തു. മോശ ചെയ്ത അതുപോലെ പരിപാടികളെല്ലാം ചെയ്തു. മോശ തുള്ളിയതുപോലെ തുള്ളി, മോശ കൈയടിച്ചതുപോലെ കൈയടിച്ചു, മോശ ശബ്ദം ഉണ്ടാക്കിയതുപോലെ ശബ്ദം ഉണ്ടാക്കി, മോശ ഓടി നടന്നതുപോലെ ഓടി നടന്നു. പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. ഓടാനും ചാടാനും ഒക്കെ പറ്റും, പക്ഷെ ഇതിനപ്പുറം ഒരു ആത്മതലമുണ്ട്. അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ മന്ത്രവാദികൾക്ക് എന്ത് ചെയ്തില്ല? അവർ തിരിച്ചു വന്ന് ഫറവോന്റെ അടുക്കൽ ഒരു കാര്യം പറഞ്ഞു. 19-ാം വാക്യം. ഇത് നമ്മൾ കോപ്പി അടിച്ചാൽ പറ്റുന്ന കാര്യമല്ല, ഇത് ദൈവത്തിൻ്റെ ദിസ് ഈസ് ദ ആർട്ട് ഓഫ് അപ്പത്തിക്കാരി. ഇന്ന് പകൽ ഞാൻ എന്നോടും നിന്നോടും ഒരു കാര്യം പറയാം. നിന്റെ ശുശ്രൂഷ വയണത്തൊലിയും സുഗന്ധലവംഗവും അയഞ്ഞ മൂരും വയമ്പും കെടിട്ട് പൊടിച്ചെടുത്ത എണ്ണയ്ക്കകത്ത്, ചതച്ചെടുത്ത എണ്ണയ്ക്കകത്ത് വാറ്റിയെടുത്ത് പിഴിഞ്ഞെടുത്തതാ. ഇതിനെ ചുമ്മാതങ്ങ് കോപ്പി അടിച്ച് ഏതാണ്ടങ്ങ് ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചാലേ ചുമ്മാതെ നടക്കത്തില്ല. ഇത് ദൈവത്തിൻ്റെ വിരല, ഇത് ദൈവത്തിൻ്റെ വിരല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ കോപ്പി അടിക്കാൻ നോക്കിയേക്കും, പക്ഷെ നടക്കത്തില്ല. കാരണം നിന്റെ മേളിൽ കിടക്കുന്നത് ദൈവത്തിൻ്റെ വിരല, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാ. എന്ന് പറഞ്ഞാൽ നിന്നെ വേറൊരുത്തൻ ഉപയോഗിക്കത്തുമില്ല. നിന്നെ പോലെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കി മനുഷ്യനെ കബളിപ്പിക്കാൻ ദൈവം സമ്മതിക്കത്തുമില്ല. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, കഷ്ടതയുടെ വലിയ കഠിന ശോധനയുടെ കാലം കഴിഞ്ഞു, പ്രതികൂലത്തിൻ്റെ വലിയ കാലം കഴിഞ്ഞു. ഇപ്പോൾ അവൻ്റെ പേര് മാറി. അവൻ്റെ പേര് ഇപ്പോൾ ആനന്ദ തൈലമെന്നായി. ഇന്ന് പകൽക്കാലം ഇന്നലകളിലേക്ക് നീ തിരിഞ്ഞു നോക്കിയാൽ നീ ചക്കിൽ മെതിക്കപ്പെട്ടത് ഓർമ്മ വരും. യെസ്, ഇന്നലകളിലേക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ റിജക്റ്റ് ചെയ്യപ്പെട്ടത് ഓർമ്മ വരും. നീ ഇന്നലകളിലേക്ക് തിരിഞ്ഞാൽ ബ്ലീഡ് ചെയ്യപ്പെട്ടത് ഓർമ്മ വരും. കുത്തുകൾ, മുറിവുകൾ ഓർമ്മ വരും. ഇന്നലകളിലേക്ക് നീ നോക്കിയാൽ നാണം കെടുത്താൻ തക്കവണ്ണം തൊലി പറിച്ചുരിഞ്ഞത് ഓർമ്മ വരും. ഇന്നലകളിലേക്ക് നോക്കിയാൽ മരം ചീകിയത് ഓർമ്മ വരും. ഇന്നലകളിലേക്ക് നോക്കിയാൽ ബലഹീനപ്പെട്ടത് പലതും ഓർമ്മ വരും. പക്ഷേ നാളെയിലേക്ക് നീ ഒന്ന് നോക്കിയേ. നിന്റെ പേരെന്താ? ഇടികൊണ്ട എണ്ണ എന്നാണോ? തൊഴി കൊണ്ട എണ്ണ എന്നാണോ? അല്ല, ആനന്ദ തൈലമെന്നാണ്. ഇന്ന് പകൽ ആമേൻ. ഭാവികാലം ഓർത്ത് പുഞ്ചിരിയിടട്ടെ. ലീവ് ദ പാസ്റ്റ്, പെർസ്യൂ ദ ഫ്യൂച്ചർ. ലീവ് ദ വൂൺസ്, പെർസ്യൂ ദ പ്രോമിസ്. ഞാൻ ആ സെന്റൻസിനെ ആവർത്തിക്കുകയാണ്. ലീവ് ദ പാസ്റ്റ്, പെർസ്യൂ ദ ഫ്യൂച്ചർ. ലീവ് ദ വൂൺസ്, പെർസ്യൂ ദ പ്രോമിസ്. ഇന്ന് പകൽ ഒരു നിമിഷം ഈ പ്രത്യാശയുള്ളവർ കണ്ണുകളെ അടച്ച് എഴുന്നേറ്റ് നിന്നാട്ടെ. അമ്മേ, നൊടി നേരത്തേക്കുള്ള എൻ്റെ ലഘുവായ സങ്കടം, അത്യന്തം അനവധിയായ നേരത്തേക്കുള്ള ലഘുവായ കഷ്ട, അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനത്തിന് ഹേതുവാകുന്നു. അല്പസമയത്തേക്ക് നാനാ പരീക്ഷകളാൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലോ, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അത് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാനിടവരോ. വിശ്വസിച്ചാട്ടെ. കഷ്ടത സഹിഷ്ണുതയെയോ, സഹിഷ്ണുത സിദ്ധതയെയോ, സിദ്ധത പ്രത്യാശയും ഉളവാക്കുക. റോമലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. വലങ്കരം ഉയർത്തി, ശബ്ദമുയർത്തി വിളിച്ചു പറ, ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. ശബ്ദമുയർത്തി, ഈ കാലത്തിലെ കഷ്ടം സാരമില്ല.